എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിത്തിരയാണ്. ചിത്തിര ദിവസമാണ് അത്തത്തിൽ തുമ്പപ്പൂവിൻ്റെ അരങ്ങേറ്റം. ശിവനും ശക്തിയും എന്നാണ് വിശ്വാസം. അങ്ങനെ ഞാനിവിടെ കുറച്ച് തുമ്പപ്പൂവൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് തുമ്പപ്പൂവേ ഉള്ളൂ. ഞങ്ങളിനി നമ്മളിനി എത്രയൊക്കെ വിചാരിച്ചാലും ഒരു അത്തം ഇടാൻ പാകത്തിനുള്ള തുമ്പയൊന്നും കിട്ടൂല എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ ഇഷ്ടംപോലെ തുമ്പച്ചെടികൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുമായിരിക്കും. എന്നാലും ഇത്രയും കുഞ്ഞൻ പൂ വെച്ചിട്ട് ഒരു അത്തം നിറയ്ക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള തുമ്പപ്പൂവും പിന്നെ ഒരു വെള്ളപ്പൂവിൻ്റെ സങ്കല്പത്തിൽ ഞാൻ അല്ലാത്ത പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ചാണകം മെഴുകി അതിനൊന്ന് ശുദ്ധിയാക്കണം വീണ്ടും. അപ്പോൾ എല്ലാ ദിവസവും ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മുകളിൽ വെച്ചിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഗണപതി വയ്ക്കാമെന്ന് പറയാറ്. അങ്ങനെ ഗണപതി വെച്ച് അതിലും ചാണകമൊക്കെ മെഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ തട്ടിലും ചാണകം തേച്ച് അതിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം. ഓരോ ദിവസവും ഓരോ തട്ടിലിങ്ങനെ പൂക്കളിട്ട് 10ാം ദിവസം തിരുവോണനാളാകുമ്പോഴേക്ക് അത്ത ഫുള്ള് നിറയും. ആ രീതിയിലാണ് ഞാനിപ്പോൾ അത്ത ഇടണത്. നമുക്ക് ഇങ്ങനെ അല്ലാണ്ടും അത്ത ഇടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തട്ടിൽ തന്നെ ഒറ്റ കളർ പൂവ് ഫുള്ളിടും. പിന്നെ 2ാമത്തെ ദിവസം 2 കളർ പൂവ് അതും ഇങ്ങനെ ഫുള്ളായിട്ട് പതിച്ചിടും. പക്ഷെ അതിനേക്കാളും ഓരോ തട്ട് കയറി വരുമ്പോഴേക്കും അതൊരു ഐശ്വര്യമാണ്. അങ്ങനെ ഫുള്ള് ചാണകമൊക്കെ മെഴുകി എടുത്തിട്ട് ഈ മുക്കുറ്റി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ ഗണപതി ഭഗവാനായിട്ട് മുക്കുറ്റി സങ്കല്പത്തിൽ മുക്കുറ്റി ചൂടിക്കൊടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ മഞ്ഞപ്പൂവ് എന്ന് പറയാനായിട്ട് ഇതേ ഉള്ളൂ. മുക്കുറ്റിയൊന്നും ഇത്രയ്ക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൂക്കൾ വെച്ചിട്ടാണ് ബാക്കി അത്ത ഇടാനായിട്ട് പോണത്. അപ്പോൾ ആദ്യത്തെ തട്ട് ഫുള്ള് ചുറ്റിലും ഈ ഒരു മഞ്ഞ പൂക്കൾ കൊണ്ട് അത്ത ഇടും. കേശു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ചോദിക്കും, അമ്മേ ഇന്ന് ഇത്ര പൂവേ ഉള്ളൂ, ഫുള്ള് ഇട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കേശുവിന് 12ാം തീയതിയാണ് സ്കൂളിൽ പ്രോഗ്രാം. അപ്പോൾ കേശുവിന് പുലിവേഷമാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഇപ്പോൾ ടീച്ചർ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ കേശുവിനെ പുലിയാണ് ആക്കിയിരിക്കണതെന്ന്. ഇതും ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു UKG പഠിക്കുന്ന ഒരു കൊച്ചിനെ മാവേലിയായിട്ട് സെലക്ട് ചെയ്തപ്പോഴേക്കും അത് കേട്ടോണ്ട് വന്നിട്ട് പറഞ്ഞായിരുന്നു, എനിക്ക് പുലിവേഷം മതി അമ്മയെന്ന്. എന്തോ മോൻ്റെ ആഗ്രഹം പോലെ തന്നെ അവന് പുലിവേഷം കിട്ടി. അങ്ങനെ ഇന്ന് തുമ്പ ഞാൻ ഇത്രയൊക്കെ എടുക്കണുള്ളൂ. അപ്പോൾ നമുക്ക് തുമ്പപ്പൂ വേണം എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം ഒരല്പം തുമ്പപ്പൂവും ബാക്കി ഇങ്ങനെയുള്ള പൂക്കളൊക്കെ കണ്ടിട്ടാണ് 2ാമത്തെ തട്ട് നിറയ്ക്കാനായിട്ട് പോണത്. അങ്ങനെ ഇതാണ് ചിത്തിരയിൽ നമ്മുടെ അത്തം. അപ്പോൾ അതും സെറ്റായി. ഇനി രാവിലെ വിളക്കെല്ലാം കത്തിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്കായിട്ട് ഇറങ്ങിയത്. ഇനി നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോഴേക്ക് അമ്മ നല്ല പുട്ട വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പച്ചരി പുട്ടും അതുപോലെ തന്നെ സാമ്പാറും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിത്തിരയല്ലേ, അപ്പോൾ ഇന്ന് ഒരു പായസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ ചേട്ടൻ വന്നപ്പോഴേക്ക് നല്ല പഴുത്ത പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് പൈനാപ്പിൾ പായസമാണ് ഞങ്ങൾ വയ്ക്കാനായിട്ട് പോണത്. പിന്നെ പൈനാപ്പിൾ ആയതുകൊണ്ട് പൈനാപ്പിൾ പായസവും വയ്ക്കാം, പൈനാപ്പിൾ പുളിശ്ശേരിയും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു പൈനാപ്പിളിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസിൽ പായസവും ഒരു പീസിൽ പൈനാപ്പിളും വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ ദിവസവും പൈനാപ്പിൾ എന്നല്ല, എല്ലാ ദിവസവും പായസം ആയതുകൊണ്ട് ഒത്തിരിച്ച് പായസം മാത്രമേ വെക്കണുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് തരാമല്ലോ ഈ ഓരോ വെറൈറ്റി പായസങ്ങൾ. ഈ പൈനാപ്പിൾ പായസത്തിനൊരു പ്രത്യേകതയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു പൈനാപ്പിളിൻ്റെ മണവും രുചിയും ആ ഒരു പുളിപ്പും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒരു സെറ്റാണ് സംഭവം. അങ്ങനെ പൈനാപ്പിൾ തൊലി ചെത്തി എടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ പൈനാപ്പിൾ തൊലി ചെത്തുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നാര് പോലെ മുള്ളു പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മൊത്തം ഞാൻ ചെത്തിക്കളയും. അല്ലാതെ കഴിക്കുമ്പോഴേക്കും നാക്കൊക്കെ ഇങ്ങനെ മുറിയും പോലെ തോന്നും. അങ്ങനെ അമ്മ എപ്പോഴും പറയും, നീ എന്തിനാണ് ഇത്രയും താഴ്ത്തി ചെത്തണതെന്ന്. അമ്മ അവിടെ പുട്ട വെച്ചുകൊണ്ടിരിക്കുകയാണ്. അരി അടുപ്പത്തിട്ട് അരിയും തിളയ്ക്കാറായി. അപ്പോൾ എനിക്കിന്ന് ഇതൊക്കെയാണ് പരിപാടി. ഇന്നിതാ ആ പൈനാപ്പിളിനെ ഏകദേശം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 2 പീസാക്കി എടുത്ത് ഒരു പീസ് പൈനാപ്പിൾ പായസത്തിനും ഒരു പീസ് പുളിശ്ശേരിക്കും.
പൈനാപ്പിൾ കട്ട് ചെയ്തപ്പോഴേ കേശു ചോദിക്കണുണ്ട്, അമ്മ ഇത് എന്തിനാണ് പൈനാപ്പിൾ, ഇന്ന് പായസം വെക്കാൻ പോവേണമെന്ന്. കാരണം ഞാനിങ്ങനെ പൈനാപ്പിൾ പായസം വെക്കണമെന്ന് ചേട്ടനോട് പറഞ്ഞത് എവിടെയോ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമ്മൾ കേശു നിൽക്കുന്ന കാര്യം ഓർക്കൂല. ഞങ്ങൾ അങ്ങ് പറയും, കുറച്ച് കഴിയുമ്പോഴേക്കും കേശു അതേപോലെ ചോദിക്കും, അമ്മ ആളങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ എന്ന്. അങ്ങനെ ഇപ്പോൾ എപ്പോഴും ചേട്ടനോട് പറയും, ചേട്ടാ ബിഗ് ബോസിലെ ക്യാമറയാണ്, നമ്മൾ ശ്രദ്ധിക്കൂല, എവിടെയും കാണും, അതുകൊണ്ട് ആരെപ്പറ്റി പറഞ്ഞാലും അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറഞ്ഞാലും ഒരു ശ്രദ്ധ വേണം. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും വല്ല കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അവൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, അമ്മേ അതങ്ങനെയായിരുന്നോ എന്ന്. പിള്ളേരെല്ലാം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും ഒന്ന് ശ്രദ്ധിച്ചേ പറയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കോഡ് ഭാഷയൊക്കെയാണ് യൂസ് ചെയ്യണത്. കോഡ് ഭാഷ യൂസ് ചെയ്താലും ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ആംഗ്യം കാണിച്ചൊക്കെ പറയുമ്പോഴും അവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ചോദിക്കും, എനിക്ക് മനസ്സിലായി. ഇതാണ് പിള്ളേർ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പറ്റിക്കാനൊന്നും പറ്റൂല. അങ്ങനെ ആൾ രാവിലെ ഇതാ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് വന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ പൈനാപ്പിൾ കുറച്ച് ഇങ്ങനെ നമ്മൾ പീസാക്കി കുഞ്ഞും കഷ്ണമാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഇനി ബാക്കി ഒരല്പം എടുത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. കുറച്ച് മതി, കുറച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി അതും കൂടെ അരച്ചെടുക്കുകയാണ്. ഇനിയാണ് പായസം വെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റാക്കി വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശർക്കര പാനി കാച്ചണം. നമുക്ക് ഈ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശർക്കര ഇട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ പഞ്ചസാര വെച്ച് പാൽപ്പായസം രൂപത്തിലും ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്തായാലും ഞാൻ ഇന്ന് ശർക്കര വെച്ചിട്ട് അടപ്പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് ശർക്കര എടുത്ത് പാനി കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ഈ സംഭവങ്ങൾക്കെല്ലാം നല്ല മധുരമുള്ളതാണ്. ഇപ്പം നമ്മൾ അടപ്പായസമോ അല്ലെങ്കിൽ കടലപ്പായസമോ അല്ലെങ്കിൽ വെർമസിൽ വെച്ചിട്ട് പായസമൊക്കെ വയ്ക്കും പോലെ അല്ല. അതിൻ്റെതായ മണമൊന്നുമില്ല, അതിൻ്റെതായ ഒരു മധുരമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ സംഭവങ്ങളിൽ കരിക്കായിരുന്നാലും അതുപോലെ തന്നെ പൈനാപ്പിൾ ആയിരുന്നാലും അതിൻ്റെതായ ഒരു മധുരമുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രമേ മധുരം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മധുരമാവും, പിന്നെ നമുക്ക് വായിൽ വെച്ച് കൂട്ടാനേ പറ്റൂല. അപ്പോൾ ഇതാ കുറച്ച് ശർക്കര എടുത്ത് അവിടെ പാനി കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അത് ചവ്വരിയാണ്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ചവ്വരി കാച്ചി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ തന്നെ ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ചവ്വരി ഇങ്ങനെ വേവിക്കാണ്ട് അതിനൊപ്പം വേവിക്കുന്നതും കാണും. എനിക്ക് അത്ര അത് തോന്നില്ല. കാരണം നല്ല വേവാത്തതുപോലെയാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ വേവിച്ചില്ലെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ പോയിച്ചെടുത്താലും നന്നായിട്ട് ചവ്വരി വെന്ത് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ അല്ലാണ്ട് വേവിച്ചെടുക്കുകയാണ്. അമ്മ അവിടെ ശർക്കര പാനി കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനുശേഷം ശർക്കര പാനി കാച്ചി എടുത്തിട്ട് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. നമുക്കിപ്പോൾ അരിപ്പിൽ അരിച്ചാൽ ചൂടോടുകൂടി അരിപ്പിൽ അരിക്കണം എന്നുണ്ടെങ്കിൽ അരിപ്പ് കൊണ്ടങ്ങ് ഞെളിഞ്ഞു പോവും. പിന്നെ നമുക്കതിൽ ചായ അരിക്കാനോ വേറെ ഒന്നിനും പറ്റൂല. അതുകൊണ്ട് അല്ലാതെ ആണ് അരിച്ചെടുത്തത്. അല്ലാതെ അരിവട്ടിയിൽ വെച്ചിട്ട് അമ്മ അരിച്ചെടുക്കുകയാണ്. അതിനകത്ത് വേറെ തോർത്തോ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കണം. അതിലേക്ക് നെയ്യ് ഒഴിക്കണം, അണ്ടിപ്പരിപ്പിടണം, പിന്നെ മുന്തിരിയും കൂടെ ഇട്ട് അതിനൊന്ന് ആദ്യം ആ നെയ്യിൽ ഈ സംഭവങ്ങൾ അങ്ങ് വറുത്ത് കോരി എടുക്കാമെന്ന് വിചാരിച്ച് അതിനുശേഷം ആ സെയിം നെയ്യിലാണ് ഇനി നമ്മൾ ഈ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണില്ലേ അതിനെ അങ്ങ് നല്ലതുപോലെ വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. അതാ നെയ്യിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ആ സമയം കൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനി കാച്ചി മാറ്റി വെച്ചിരിക്കുകയില്ലേ, അപ്പോൾ ഇതൊന്ന് ഏകദേശം വെന്ത് വന്ന് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ആ ശർക്കര പാനി കാച്ചിയതും കൂടെ അതിലേക്ക് ഇങ്ങ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ശർക്കര പാനി കാച്ചിയതും കൂടെ ഒഴിച്ചിട്ട് ഇത് രണ്ടും ആ പൈനാപ്പിളും അതും കൂടെ ഇതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്നങ്ങ് വെന്ത് കിട്ടണം. അപ്പോൾ അതാണ് കണക്ക്. അപ്പോൾ അമ്മ ബാക്കി കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി കയ്യാളായിട്ടൊക്കെ മാത്രം നിന്നാൽ മതി. അപ്പോൾ ശർക്കര പാനി കാച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ ഇനി അതും കൂടെ അതിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് സെറ്റാവും. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ശർക്കരയുടെ മധുരവും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ മധുരവും പുളിപ്പും എല്ലാം കൂടി ചുമ്മാ ഇത്ര മാത്രം കഴിക്കുമ്പോഴേ ഭയങ്കര ഒരു ടേസ്റ്റ്, നമുക്കൊരു പ്രത്യേക രുചിയാണ് ഈ ഒരു സംഭവത്തിന്.
അത് കഴിഞ്ഞിട്ട് കാച്ചി വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഇതിനൊന്ന് നല്ലതുപോലെ വരട്ടി എടുക്കണം. നല്ലതുപോലെ നല്ല തിളച്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പാൽ അല്ലാതെ നമുക്ക് പശുവും പാൽ ചേർക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തേങ്ങാപ്പാൽ എടുക്കാതാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് വേണ്ട പാൽ ചേർക്കാമെന്ന്. ചില സമയത്ത് നമ്മൾ ഇതിലൊക്കെ പാൽ ചേർക്കുമ്പോഴും പാൽ പിരിയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പാൽ കാച്ചിയതിന് ശേഷം ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഞങ്ങൾ അരച്ച് വെച്ചിരുന്ന പൈനാപ്പിൾ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് പൈനാപ്പിൾ അരച്ച് വെച്ചിരിക്കുകയല്ലായിരുന്നോ, അതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാല് കാച്ചി ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാച്ചി ഒഴിക്കുമ്പോഴേക്കും ഇതങ്ങ് പിരിയുന്നത് പോലെ തോന്നും. എന്ന് വെച്ചാൽ ശർക്കരയിൽ ഉപ്പ് രസമുണ്ട്, ഇപ്പോൾ പൈനാപ്പിൾ ആണെങ്കിൽ അതിലും മധുരവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും അത് പിരിയും പോലെ തോന്നും. പക്ഷെ എന്തോ നമുക്കിന്ന് ഒഴിച്ചപ്പോഴേക്കും നല്ല സെറ്റായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് തേങ്ങാപ്പാലിൽ വെക്കേണ്ടതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം പശുപാലിൽ വെച്ചാൽ മതി. പിന്നെ ഇനി ആ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ആ ഒരു ഏലക്കയുടെ ആ ഒരു മണം വരുമ്പോഴാണ് അയ്യോ പായസം വെക്കണം എന്നൊരു ഫീല് വരുന്നത്. അതൊരു പ്രത്യേക മണമാണ്. നമ്മൾ ചായയിൽ തന്നെ ഏലക്ക ചായ ഇടുമ്പോഴും എനിക്ക് പായസത്തിൻ്റെ മണം പോലെ തോന്നും. ചില സംഭവങ്ങൾക്ക് ഇപ്പോൾ ഏലക്കയുടെ മണത്തിനാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പായസത്തിൻ്റെ മണം തോന്നും. അതുപോലെ തന്നെ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ ഇങ്ങനെ മണപ്പിക്കുന്ന സമയത്ത് അയ്യോ ഒരു കല്യാണ ഫീല് തോന്നും. ചില മണങ്ങൾ നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ പുതിനയിലയില്ലേ, പുതിനയില, എനിക്ക് അതിൻ്റെ മണം നോക്കുമ്പോഴേക്ക് നമ്മുടെ കോൾഗേറ്റ് പോലെ തോന്നും, പുതിനയിലയുടെ ആ ഒരു സ്മെല്ലടിക്കുമ്പോഴേക്ക്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിലിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ പായസം നല്ല കീടിലെ നല്ല വെറൈറ്റി പായസം ഇവിടെ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ രാവിലെ കേശുവിന് കുറച്ച് ചൂടോടെ കൊടുത്തായിരുന്നു. കേശുവിനാണെങ്കിൽ അതിലിങ്ങനെ ആ പൈനാപ്പിളൊക്കെ കടിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആ പൈനാപ്പിളൊന്നും വേണ്ടമ്മേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രം ഊറ്റി കുടിക്കും പോലെയാണ് കേശു കുടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതാ ഞങ്ങളുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയായി. ഇനി അതിനൊന്ന് പുട്ടും സാമ്പാറും പൈനാപ്പിൾ പായസമായിട്ട് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ പൈനാപ്പിൾ പായസവും പുട്ടും സാമ്പാറും ഒക്കെ കഴിച്ച് ഇനി ബാക്കിയിരിക്കുന്ന പൈനാപ്പിൾ കൊണ്ട് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പൈനാപ്പിൾ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓണത്തിൻ്റെ പൈനാപ്പിൾ പായസം അല്ലേ, പൈനാപ്പിൾ പുളിശ്ശേരിയും, വിഷുവിനാണെങ്കിലും മാമ്പഴ പുളിശ്ശേരി, ഓരോ സീസണൽ ഫ്രൂട്ട്സ് കൊണ്ടിട്ട് നമുക്ക് ഓരോ പുളിശ്ശേരി തന്നെ ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റി പുളിശ്ശേരി ഉണ്ടാക്കാമെന്നറിയാമോ? പൈനാപ്പിൾ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, വെള്ളരിക്ക പുളിശ്ശേരി, കുമ്പളങ്ങ പുളിശ്ശേരി, പപ്പയ്ക്ക ഇട്ടോരോ പുളിശ്ശേരി വയ്ക്കാം. അപ്പോൾ ഇതിലെല്ലാത്തിലും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ എന്തിനാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി തന്നെ ആയിരിക്കും. അത് രണ്ടിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇത് വെക്കാനുള്ള പുളിശ്ശേരി വെക്കാനുള്ള പൈനാപ്പിളൊക്കെ അവിടെ കട്ട് ചെയ്തെടുത്ത് അതിനുശേഷം പൈനാപ്പിൾ അങ്ങ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ പൈനാപ്പിൾ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ. അപ്പോൾ ഒരു തേങ്ങ ഉടച്ച് അതിന് തിരുവിയെടുക്കണം. തേങ്ങ എനിക്ക് ഏറ്റവും മടിയുള്ള ജോലി എന്താണെന്ന് ചോദിച്ചാൽ തേങ്ങ തിരുവലും പാത്രം കഴുകലും. ഭയങ്കര മടിയാണ് ഈ രണ്ട് സംഭവങ്ങൾ. പക്ഷേ ചെയ്തല്ലേ പറ്റുള്ളൂ. മിക്കവാറും അമ്മ തന്നെയാണ് തേങ്ങ തിരുവണത്. അപ്പോൾ ഇന്നിപ്പം എനിക്ക് തിരുവിയാലേ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, അമ്മ ഇപ്പം പുട്ടും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയത് അമ്മയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു രസം വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അവിടെ പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ തേങ്ങ തിരുവാനായിട്ടൊക്കെ വന്നത്. അപ്പോഴേക്ക് ഇതാ തേങ്ങ തിരുവി എടുത്തൊക്കെ കൊണ്ടുവന്നപ്പോഴേക്ക് പൈനാപ്പിൾ അവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് 2 വിസിൽ പോവെടുത്താൽ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ അത് വേണ്ട, അല്ലാതെ വേവിച്ചെടുക്കാമെന്നും പറഞ്ഞാണ് അങ്ങനെ വേവിക്കണത്. ഇനിതാ ഈ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങാപ്പീരയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇടും. അതിന് ശേഷമാണ് ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഇത്ര ഇടുള്ളൂ. ഇതിന് ശേഷം ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും. തൈരും കൂടെ ഒഴിച്ചാണ് അരയ്ക്കുന്നത്. ഇതിൽ വെള്ളം ചേർക്കരുത്. തൈര് ഒഴിച്ച് നല്ല മഷി പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം.
പൈനാപ്പിൾ പുളിശ്ശേരിയും ഒരച്ചാറും കൂടെ ഉണ്ടെങ്കിലും ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇത്രയും സംഭവങ്ങൾ തന്നെ നല്ല സെറ്റാവും. അത് പ്രത്യേകിച്ച് പൈനാപ്പിൾ പുളിശ്ശേരിയാണെന്നുണ്ടെങ്കിൽ ഈ പുളിശ്ശേരിയൊക്കെ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കുറച്ചും കൂടെ ഇരട്ടിക്കും പോലെ തോന്നും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പൈനാപ്പിൾ പുളിശ്ശേരി വെച്ചിരുന്ന പാത്രം മാറ്റിയിട്ട് അതൊരു ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൽ 2 പച്ചമുളക് കുനുകുന അരിഞ്ഞിടണം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഏകദേശം വെന്തതിന് ശേഷമാണ് പച്ചമുളക് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിടും. അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇഞ്ചി ഉണ്ടല്ലോ, ഒരു ഇഞ്ചി എന്നല്ല ഒരല്പം ഇഞ്ചിയും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇത് രണ്ടും കൂടെ നല്ല വെന്ത് വരണം. വെന്ത് വന്നിട്ട് നമുക്ക് അതിനൊന്ന് കൈ കൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ചട്ടിയിലാണ് വെക്കണത് കൊണ്ട് ചട്ടി നല്ല ചൂടായിട്ട് സംഭവം നല്ല തിളച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് കളയും. അപ്പോൾ തിളച്ച് പോയാൽ പിന്നെ ഇതിൻ്റെ പരുവം പോവും, ഇത് മൊത്തം കുളമാവും. അങ്ങനെ തിളയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സംഭവം അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിലുള്ള ചൂടുകൊണ്ട് നന്നായിട്ട് അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പാകത്തിന് ഉപ്പും ഇട്ട്, പിന്നെ ഈ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ ഉപ്പ് കുറച്ച് കൂടുതലിടണമെങ്കിൽ മാത്രമേ പാകത്തിന് ഉപ്പാവുള്ളൂ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് രുചി വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണ്ട് ശർക്കര അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. എങ്കിൽ മാത്രമേ ആ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ നല്ല മധുരത്തോടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇനി കടുകും കൂടെ താളിച്ചൊഴിക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇനി കറിവേപ്പില വേണം, വറ്റൽമുളക് വേണം, ഉള്ളി അരിഞ്ഞത് വേണം. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഒരല്പം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കും. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്താണ്ടല്ലോ അടിപൊളി പൈനാപ്പിൾ പായസം. പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവർക്കുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അനിയത്തിക്കും ഹസ്ബൻഡിൻ്റെ ഉള്ള ഓണക്കോടി എടുത്ത് കൊടുക്കണം. പിന്നെ കേശുവിന് ഞാൻ പറഞ്ഞില്ലേ പുലിവേഷമാണെന്ന്, അപ്പോൾ ആ പുലിവേഷത്തിനുള്ള ഡ്രസ്സ് പോയി ബുക്ക് ചെയ്യണം. അതിപ്പോൾ റെൻറ്റിന് എടുക്കാമെന്നാണ് വിചാരിക്കേണ്ടത്. പുലിവേഷം നമ്മളിപ്പോൾ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കരമനയാണ്. കരമന മഴവില്ലെന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. അവിടെ ഈ എല്ലാത്തിൻ്റെ കോസ്റ്റ്യൂമും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം കരമനയിലോട്ടാണ് പോയത്. കരമന ചെന്ന് അപ്പോൾ ഇതാണ് ആ ഒരു കട. അവിടെ ചെന്നപ്പോഴേക്ക് എല്ലാ ആൾക്കാരും വരുന്ന ആൾക്കാരെല്ലാം പുലിവേഷം, മായാവി അല്ലല്ലോ, മഹാബലിയുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം, വേട്ടക്കാരൻ്റെത്. ഈ സമയത്തിന് ഇതല്ലേ ഉള്ളൂ. അങ്ങനെ കേശുവിന് കറക്റ്റ് അളവിനുള്ളത് കിട്ടിയില്ല, എല്ലാം കോട്ടം പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിതാ പിന്നെ നമ്മൾ നോക്കി ഈ ഒരു ഡ്രസ്സാണ് കേശുവിന് ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഇതിൻ്റെ റെൻറ്റ് 350 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കിയാണ് കേശുവിനെ. രാവിലെ കേശുവിന് പുലിവേഷം എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കേശു അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. ടി വിയൊക്കെ വെച്ചിട്ട് അമ്മ എനിക്ക് പുലിവേഷത്തിൻ്റെ കളി ഇട്ടതാ. അതൊക്കെ കണ്ട് ഭയങ്കര ഡാൻസും മേളമൊക്കെ ആയിട്ടിരിക്കണം. പിന്നെ ഈ ഡ്രസ്സും കൂടെ ആയപ്പോഴേക്ക് കേശു സെറ്റായി. ബാക്കിൽ വാലും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്ക് ആൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി എല്ലാം സെറ്റായി. പക്ഷേ ആ മുഖംമൂടി കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ കേശുവിനൊരു പേടി പോലെ. അവന് ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതും കൂടെ വെച്ചാൽ മാത്രമല്ലേ കറക്റ്റ് പുലിയാവുള്ളൂ. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം, കേശുവിൻ്റെ മുഖത്തേക്ക് അത് നല്ല വലുത്. ഞങ്ങൾക്കൊക്കെ ആണെന്ന് തോന്നുന്നത് കറക്റ്റ്. അത് വെച്ചപ്പോൾ കേശുവിന് ഭയങ്കര പേടി. അത് വേണ്ട അതില്ലാതെ ഞാൻ പുലികളി കളിച്ചോളാം എന്നാണ് പറയണത്. പക്ഷെ അതില്ലെങ്കിൽ പിന്നെ ആ ഒരു പുലിയുടെ കോസ്റ്റ്യൂമിന് ഒരു ഫുൾ ഭംഗി വരില്ലല്ലോ. അങ്ങനെ കുറേ നേരം നമ്മൾ നോക്കി. ആ ഉടുപ്പ് കറക്റ്റായിരുന്നു, പാൻ്റായിരുന്നു പ്രശ്നം. അങ്ങനെ കുറേ പുലിവേഷത്തിൻ്റെ ഇതായാലും കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ് ഏതെങ്കിലും കിട്ടുമെന്നുള്ളത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇന്നേ അങ്ങ് എടുത്തോണ്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും 11-ാം തീയതി കരമന വരെ പോകണ്ടേ.
അപ്പോഴേക്കും ഒറ്റ ദിവസം 350 രൂപയാണെന്ന് കേട്ടപ്പോഴേക്കും ഞങ്ങളതങ്ങ് പതുക്കെ അതങ്ങ് മാറ്റി. എന്നിട്ട് 11-ാം തീയതി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അന്ന് ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ആ സമയമൊന്നും റോഡിലോട്ട് ഇറങ്ങാൻ പറ്റൂല. സിറ്റിക്കൊക്കെ അല്ലേ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്ന് എടുക്കണമെങ്കിൽ ഇത്രയും പൈസ കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ്. കേശു ഒരു തരത്തിൽ ആ മാസ്ക് വയ്ക്കണില്ല. കേശു പറയണത് കുഞ്ഞു മാസ്ക് ഉണ്ടല്ലോ പുലിയുടെ, അത് വാങ്ങിച്ച് തന്നാൽ മതി വെച്ചാൽ അത് ഞാൻ വെച്ചോളാമെന്നാണ്. ഈ ഒരു മാസ്കാണ് കേശുവിന് ഇഷ്ടപ്പെട്ടത്. അതാവുമ്പോൾ അവന് വെക്കാനായിട്ട് കുഴപ്പമില്ലെന്നാണ് മോൻ പറയണത്. പക്ഷേ എന്തോ അത് വെച്ചാൽ ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു പൂർണ്ണത വരണില്ല. ഇനി എന്തായാലും നമ്മൾ അതും കൂടെ കോസ്റ്റ്യൂം എടുക്കുമ്പോൾ ഇതും കൂടെ ചേർത്താണല്ലോ കിട്ടണത്. ആ സമയം എങ്ങനെയെങ്കിലും കേശുവിനെ കൊണ്ട് വെപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ വെച്ച് നോക്കുമ്പോഴും പുലിയുടെ കണ്ണിൻ്റെ അടുത്തുള്ള ഹോള് ചെറുതാണ്. അപ്പോൾ മൊത്തത്തിലൊരു ഇരുട്ട് പോലെ തോന്നും. കേശുവിനാണെങ്കിൽ ആ കണ്ണിൻ്റെ ഭാഗത്തൊന്നും അല്ല ആ പുലിയുടെ കണ്ണ് വരണത്. അതൊക്കെ കൊണ്ടാണ് കേശു ഒന്നും മടിച്ചു നിന്നത്. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഇരുന്നത്. കുറേ ഓലക്കുട ഇരിക്കണത് കണ്ട് അതൊക്കെ കണ്ടപ്പോഴേക്കും നല്ല രസമായിരുന്നു. ഇഷ്ടംപോലെ ഓലക്കുട അവിടെ ഇരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, പല അളവിലും പല ഇതിലും ഉള്ളത്. അങ്ങനെ ഞാൻ അതിൻ്റെ എടുത്ത് വെച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട്, ഒന്നാമത് സമയമില്ല ചേട്ടൻ്റെ എനിക്കിപ്പം മഴക്ക് കിട്ടുമെന്ന് പേടിച്ച് ഞാൻ പിന്നെ അത് വെച്ചിട്ട് ഓടി. അങ്ങനെ ചെന്ന് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് പിന്നെ 100 രൂപ അഡ്വാൻസും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇനി അടുത്ത ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ അനന്തൂനും കണ്ണനും നന്ദൂനും ഒന്നും ഡ്രസ്സ് എടുത്തില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇന്ന് എടുക്കണം. അപ്പോൾ അവിടെ രാമചന്ദ്രനിലേക്ക് നിന്ന് തിരിയ സ്ഥലമില്ല. ഇത് അട്ടക്കുളങ്ങര രാമചന്ദ്രനാണോ, അവിടത്തേക്ക് ഒരു തിരക്ക് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നന്ദുവിന് സാരി വാങ്ങിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് നന്ദുവിൻ്റെ പിറന്നാളും കൂടെയാണ്. ചിങ്ങത്തിലെ ചിത്തിരയാണ് മോളുടെ പിറന്നാൾ. പിന്നെ അതുമല്ല, നന്ദുവിന് ഇപ്പോൾ ഓണത്തിന് അവക്കും ഉണ്ടാവുള്ളൂ. മാറി വാനേഴ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ കോളേജിൽ 11-ാം തീയതിയാണ് അവരുടെ കോളേജിലെ ഫംഗ്ഷൻ വരണത്. അപ്പോൾ അവൾക്ക് അതിനായിട്ട് അവരൊരു സാരി എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി സർപ്രൈസായിട്ട് സാരി വാങ്ങിക്കൊടുക്കാം. അതാകുമ്പോഴേക്കും ഇപ്പോൾ അവക്കും ഇതുപോലുള്ള ഫങ്ഷൻസ് വരുമ്പോൾ എടുക്കാം. പിന്നെ രമ്യേജിക്ക് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാലരാമപുരം കൈത്തറിയിൽ വന്ന് ഈശ്വര ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഒരു 100 കളക്ഷൻ ഉണ്ടെന്ന് പറയും. നമ്മളിങ്ങനെ ഒരു ഇതുപോലുള്ള സാരികൾ എടുക്കാനായിട്ട്. അങ്ങനെ അതെനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അത് ഞങ്ങൾ ടിഷ്യൂ സാരി എടുക്കാനാണ് പോയത്. അപ്പോൾ അത് നേരിയ സാരി ആയിരുന്നു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ടിഷ്യൂ നോക്കി നിൽക്കുകയാണ്. ഒരു കണക്കിന് അതാണ് നല്ലത് ടിഷ്യൂ സാരി. കഞ്ഞി മുക്കേണ്ട, ഇങ്ങനെ ഉടഞ്ഞ് ഒരുമാതിരി ആയിപ്പോന്ന് പേടിക്കേണ്ട. പിന്നെ ഞാൻ അവൾക്ക് കസവുള്ളതും കൂടെയാണ് നോക്കിയത്. ആ ഒരു എന്തു പറയാനായിട്ട് ആ ഒരു പടമൊക്കെ ഉള്ളതും കൃഷ്ണൻ്റെ അതൊക്കെ എടുത്തിട്ട് ആ ഒരു കസവ് എടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് 1-2 ബ്ലൗസല്ലേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് ഫംഗ്ഷൻസിന് എന്തൊക്കെ തച്ചതാണ്. അപ്പോൾ ഈ കസവ് എടുക്കുമ്പോഴേക്ക് അതാവുമ്പോൾ ഏത് ബ്ലൗസും അതിന് യൂസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കരയ്ക്കുള്ള ബ്ലൗസിന് തപ്പി നടക്കണം. അങ്ങനെ അവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതങ്ങനെ തിരക്കി നോക്കി കുറേ സാരികൾ എടുത്ത് വെച്ചപ്പോൾ പിന്നെ ടോട്ടലി കൺഫ്യൂഷനായി. പിന്നെ മുണ്ട് നേരിയത് എടുക്കണോ സാരി എടുക്കണോ എന്നുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നന്ദുവിൻ്റെ സാരിയൊക്കെ വാങ്ങിച്ചിറങ്ങി. ഈ കാണുന്നത് നമ്മുടെ പത്മനാഭനാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ കട. അപ്പോൾ ഇതാണ് കിഴക്കേക്കോട്ട. അവിടുത്തെ തിരക്ക് കണ്ടില്ലേ. ഇപ്പോൾ ഈ സമയം കൂടെ അല്ലെങ്കിലേ തിരക്കാണ്. പിന്നെ ഈ ഓണം കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. നിറയെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഓണമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നന്ദുവിനുള്ള സാരിയൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നല്ല തിരക്കാണ്. പോണ വഴിയല്ല, ഇത് പത്മതീർത്ഥക്കുളമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലും ഒരുപാട് കുഞ്ഞു അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഒരു നാഗരി ക്ഷേത്രമുണ്ട്, പിന്നെ അവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ അമ്പലങ്ങൾ. അപ്പോൾ കേശു കണ്ട ഉടനെ തൊഴണത് കണ്ട. കേശുവിന് ഹനുമാൻ സ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇത് രാമചന്ദ്രൻ്റെ, ഇത് മെയിൻ രാമചന്ദ്രൻ്റെ അകത്തോട്ടാണ് ഞങ്ങൾ പോണത്. അതിൻ്റെ 2 സൈഡ് ഇതുപോലെ തിരക്കും. അയ്യോ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ കാറ് കൊണ്ടുവരുമ്പോഴേക്കും ആൾക്കാരെല്ലാം ചീത്ത പറയും.
കാരണം ഇതിനകത്തോട്ട് കാറിനും കൊണ്ട് കയറി ഒരു രക്ഷയുമില്ല. അത്രയ്ക്ക് ഇങ്ങനെ ആൾക്കാർ റോഡിൽ കൂടെ നടക്കുന്ന സ്ഥലമാണ്, ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ്. നമ്മൾ രാമചന്ദ്രൻ്റെ അങ്ങോട്ടൊന്നും അധികം നോക്കിയില്ല, അത്ര തിരക്ക്. അകത്തോട്ട് കയറി ശ്വാസം മുട്ടിച്ചാവും, അത്രയ്ക്ക് ആൾക്കാരായിരുന്നു. അട്ടക്കുളങ്ങര രാമചന്ദ്രൻ്റെ ഇരട്ടി ആൾക്കാരാണ് ഇവിടെ. അത് കുറച്ചും കൂടെ ഒത്തിരി കൂടി സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നും. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ കടയാണ് ഈ രാമചന്ദ്രൻ. അങ്ങനെ ഞങ്ങൾ പക്ഷേ അവിടെ കയറി, അന്ന് ഞാൻ പറഞ്ഞില്ലേ പോത്തീസിൽ രാമചന്ദ്രൻ, ഈ വലിയ വലിയ കടകളിൽ കയറുമ്പോഴേക്ക് നമുക്കായിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ നല്ല ചുരിദാറിൻ്റെ കളക്ഷൻസോ ഒന്നും കാണാത്തത് പോലെ തോന്നും. അങ്ങനെ അതൊക്കെ ഈ ചെറിയ കടകളിൽ കയറിയാൽ മാത്രമേ കാണുള്ളൂ. അങ്ങനെ അവൾക്കൊരു ഓണം വൈബിനുള്ള ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് നോക്കാനായിട്ടാണ് ഒരു കടയിൽ കയറിയത്. പക്ഷേ ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു, അതിൻ്റെ കോമ്പിനേഷൻ നല്ലതാണ്. ആ ഒരു നേരീതിൻ്റെ പോലത്തെ ടോപ്പും പിന്നെ ആ പാൻറ്റും ഷോളും വരണതുണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുള്ള കളറുകളായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത കോമ്പിനേഷൻസ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് ഒന്നും കറക്റ്റ് അളവില്ല. അവർ ചോദിക്കുമ്പോൾ അവരുടെ കടയിലെല്ലാം ഡബിൾ എക്സലേ ഉള്ളൂ എന്ന് അവർ പറയുന്നത്, ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയാണ്. പക്ഷെ അത് ഇങ്ങനെയുള്ളതൊക്കെ ഷേപ്പ് ചെയ്താൽ അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ അങ്ങോട്ട് വരില്ല. ഞങ്ങൾ എക്സലെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അവിടെ എക്സലേ ഇല്ല, ഏതെടുത്താലും ഡബിൾ എക്സൽ. അപ്പോൾ അത് ഡബിൾ എക്സലുകാർക്കുള്ള കടയായിരുന്നു എന്നാണ് തോന്നുന്നത്. കുറേയൊക്കെ നമ്മൾ തപ്പി ഇങ്ങനെയുള്ള ചെറിയ കടകളിൽ കയറിയിട്ട് ഇറങ്ങി പോകാനായിട്ടൊരു മടിയാണ് നമുക്കിപ്പോൾ. രാമചന്ദ്രനിലോ പോത്തീസിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് ഇറങ്ങി പോവാം. പക്ഷേ ഇവരൊക്കെ നമ്മളെ കാണുമ്പോൾ അവരൊരുപാട് എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ, എടുക്കുമായിരിക്കും, അവർ നമുക്കായിട്ട് ഇങ്ങനെ നമ്മളെ കൂടെ നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ 100 വട്ടം ചോദിച്ചായിരുന്നു നമുക്ക് എക്സൽ എങ്ങനെയെങ്കിലും എന്ത് എക്സൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാം. പക്ഷേ അവിടെ എല്ലാം ഡബിൾ എക്സലേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് എടുത്തില്ല. അത് കഴിഞ്ഞ് വേറൊരു കടയിൽ കയറി, അവിടെ നിന്നാണ് ഒരു ചുരിദാർ അവൾക്കായിട്ട് എടുത്തത്. അപ്പോൾ ഫുൾ സെറ്റ് ചുരിദാറായിരുന്നു എടുത്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ കാർ അങ്ങോട്ടിരിക്കുകയാണ്. കിഴക്കേക്കോട്ട ഭാഗത്ത് ആ കോട്ടയുടെ അവിടെ, കോട്ടവാതിലിൻ്റെ അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അവിടെയല്ല, അവിടെ സംഗീത കോളേജിൻ്റെ, സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു അവിടെ പാർക്ക് ചെയ്തിരുന്നു. ഇവിടെ നിന്ന് തിരിച്ചിനി ഇത്രയും നടന്ന് അങ്ങ് പോയിട്ട് വേണം കാറിൽ കയറി പോകാനായിട്ട്. ഈ സമയത്ത് ഇതിനകത്തൂടെ കാറും കൊണ്ട് വന്നാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഞങ്ങൾ കാറും കൊണ്ട് ഇറങ്ങി. ഇത് വെട്ടിമുറിച്ചാൻ കോട്ടയാണ്. അപ്പോൾ അതുവഴിയാണ് ഇനി പുറത്തിറങ്ങുന്നത്. അതുവഴി പുറത്തിറങ്ങിയിട്ട് ഇനി ഡ്രസ്സ് എടുക്കാനുള്ളത്, അപ്പോൾ അനിയത്തിക്കും എടുത്ത് നന്ദുവിനും എടുത്ത്, ഇനി എടുക്കാനുള്ളത് കണ്ണൻ എടുക്കാനുണ്ട്, അനന്തുവിന് എടുക്കാനുണ്ട്, അതുപോലെ തന്നെ അഖിലിനും എടുക്കാനുണ്ട്, അനിയത്തിൻ്റെ ഹസ്ബൻഡിന്. പിന്നെ അവർക്ക് ചേട്ടനായിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് കേശുവിന് ഡ്രസ്സ് എടുത്ത് തരണം. എനിക്കും അവരുടെ വകയായിട്ട് ഓണക്കോടി എടുക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇനി നേരെ ബ്രാൻഡ് ക്ലബ്ബിലാണ് പോണത്. അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ, അവിടെ എല്ലാം ഈ സർപ്ലസ് ഐറ്റംസാണുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ ഭയങ്കര റീസണബിൾ റേറ്റിൽ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയും പോയിട്ട് അവിടെ ബ്രാൻഡ് ക്ലബ്ബ് എത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് ഇതിപ്പോൾ ടോമി ഫാഷൻ്റെതാണ് ആദ്യം കണ്ണന് നോക്കിയത്. പക്ഷേ വെള്ള ഡ്രസ്സിന്, വെള്ള ആയതുകൊണ്ട്, വെള്ള ടീഷർട്ട് ആയതുകൊണ്ട് പിന്നെ നമ്മളതങ്ങ് മാറ്റി. അവർക്ക് വെള്ളയോട് കുറച്ചൊരിതുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് മഞ്ഞളിക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴുക്കാവുമെന്ന് വെച്ചിട്ട് അങ്ങനെ ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് അത് മാറ്റി. അങ്ങനെ നമ്മളവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബ്രാൻഡ് ക്ലബ്ബിൽ ലേഡീസിൻ്റെ ഡ്രസ്സും ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഇവരുടെ തന്നെ വേറൊരു കട തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ ഞങ്ങളെ കൊണ്ട് അപ്പുറത്തോട്ട് പോയി. ഞങ്ങൾ ഈ കടയിൽ വന്നിട്ടുള്ളൂ. ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പുറത്തെ കടയിൽ. പക്ഷേ ചേട്ടനും ഈ ലേഡീസിനുള്ളതുണ്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈശ്വര, അവിടെ ചെന്നപ്പോഴേക്ക് ലേഡീസിനുള്ള നല്ല കിടിലൻ ടോപ്പുകളുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് എനിക്കത് എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു നല്ല ഒരു ടോപ്പ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. അതിൻ്റെ റേറ്റ് 3000 ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം സർപ്ലസ് ഐറ്റംസ് ആയതുകൊണ്ട് അത് തന്നെ നമുക്ക് 600-700 രൂപയ്ക്ക് ഒറിജിനൽ ബ്രാൻഡ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നിട്ട് ആ ഡ്രസ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടും പിന്നെ വേറെയൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ അത്രയ്ക്ക് എങ്ങോട്ടും മനസ്സിൽ ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് അഖിലിനും അനന്തുവിനും കണ്ണനും ഒക്കെ എടുത്തും കൊണ്ട് ഞങ്ങൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് വഴി തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം കാരടുത്തല്ല പറയണത്, ബാക്കിയുള്ളവരെടുത്താണ്. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഇതാണ്. ഞങ്ങൾ അതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, ഫ്രണ്ടിൽ കുറച്ച് സമരക്കാർ കാണും. അപ്പോൾ അതുവഴി ഇങ്ങനെ പോയി. ഇനി നേരെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇപ്പം തന്നെ സമയം 4:30 മണിയായി, നല്ല വിശപ്പായി. അപ്പോൾ ഉച്ചതൊട്ട് ചേട്ടൻ പറയാണ് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നിൽക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഈ ഫുള്ള് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട്
പോയി എന്തെങ്കിലും കഴിക്കുമ്പോൾ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് നല്ല പണിയായിരുന്നു കിട്ടിയത്. നമ്മൾ കഴിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും നല്ല ഊണ് കഴിക്കാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ നല്ല ഊണൊന്നും ആയിരുന്നില്ല. അത് 4 മണി ആയില്ലേ, പിന്നെ എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു ഊണും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അവർക്ക് വീണ്ടും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നമ്മുടെ വീട്ടിലിറങ്ങി അവരിനി അടുത്ത് വീണ്ടും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകണുണ്ട്. അപ്പോൾ ആനന്ദവും ഞങ്ങൾ വന്നപ്പോഴേക്ക് ആനന്ദവും നന്ദുവും വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഡ്രസ്സ് ഓണക്കോടി കേശുവിനെ കൊണ്ട് ചേട്ടൻ കൊടുപ്പിക്കുകയാണ് നന്ദുവിന്. അപ്പം നന്ദു അറിഞ്ഞില്ല. ഞങ്ങൾ അമ്മേനോട് പറഞ്ഞിരുന്നു, അമ്മ പറയരുത്, നമ്മൾ സർപ്രൈസായിട്ടാണ് അവൾക്ക് സാരി വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോണത്. അങ്ങനെ നന്ദുവിന് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട സാരി, നല്ല രസമാണ് കേട്ടോ, ഈ ടിഷ്യൂ സാരി സംഭവം. അങ്ങനെ അവൾക്കുള്ള സാരിയും കൊടുത്ത്. അപ്പോൾ നന്ദുവിന് ഞാൻ പറഞ്ഞില്ല, നന്ദുവിന് ഇന്ന് പിറന്നാളും കൂടെ ആയിരുന്നു. അപ്പം പിറന്നാൾ ദിവസം തന്നെ നമുക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കാനും പറ്റി. അങ്ങനെ അവൾ ആ ഒരു സന്തോഷത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇനി അനന്തുവിനുള്ള ഡ്രസ്സ് കൊടുക്കണം. അനന്തവും കേശുവും കൂടെ അവിടെ കളി തുടങ്ങി വന്നപ്പോഴേക്ക്. അപ്പോൾ ഒരു ഓറഞ്ച് കളർ ഡ്രസ്സാണ് അനന്തുവിന് എടുത്തത്. അപ്പോൾ അതും കേശുവിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്, അനന്തുവിനുള്ള ഡ്രസ്സും. ഇതാണ് കണ്ണന് വാങ്ങിയ ഡ്രസ്സ്. അപ്പോൾ കണ്ണൻ വന്നില്ലല്ലോ, അവനുള്ള ഡ്രസ്സ് അമ്മയെ ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ പിന്നെ ഈ ടീഷർട്ടായിരുന്നാലും ഷർട്ടായിരുന്നാലും ഓവർ സൈസായിട്ടുള്ളതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ ചേട്ടനും അങ്ങനെ ഒരു ആദ്യം ഓവർ സൈസായിട്ടുള്ളതാണ് എടുത്തത്. അപ്പോൾ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി. പിന്നെ ഇവർക്ക് എല്ലാവർക്കും അഖിലിനായിരുന്നാലും അനന്തുവിനായിരുന്നാലും ഒക്കെ ഓവർ സൈസായിട്ടുള്ള ഡ്രസ്സാണ് എടുത്തത്. പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇടയ്ക്ക് മമ്മൂട്ടി ഇട്ടുകൊണ്ട് വരണ കണ്ടില്ലേ, മമ്മൂട്ടി ഇടുമ്പോഴേക്കും അതൊക്കെ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഇതാണ് അനന്തുവിനെടുത്തത്. അപ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഈ ഓവർ സൈസായിട്ടുള്ള ഡ്രസ്സ് കുറച്ച് മെലിഞ്ഞവരിടണം, എങ്കിൽ മാത്രമാണ് ആ ഒരു ഭംഗി വരുള്ളൂ. എനിക്ക് അതുകൊണ്ടാണ് ചേട്ടനിട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നന്ദുവിനുള്ള സാരി എനിക്ക് നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് തോന്നി, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്കെടുത്തേക്കാൾ എനിക്കിഷ്ടപ്പെട്ടു നന്ദുവിനെടുത്ത സാരി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണം വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഇതാണ് ചേട്ടന് അവരെടുത്ത് കൊടുത്ത, അനിയത്തി ഹസ്ബൻഡും ഒക്കെ എടുത്ത് കൊടുത്ത ടീഷർട്ട്. അപ്പോൾ അയ്യോ അവരുടെ ഡ്രസ്സ് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇനി അവരുടെ ഡ്രസ്സും കൊണ്ടങ്ങ് പോയായിരുന്നു. ഇനി അവരുടെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.